കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇത്രയും സ്നേഹമുള്ളവരെ, തിരുസഭാ മാതാവ് എന്ന നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങളാണ്. തുടക്കം തന്നെ യഹൂദന്മാർ അവരുടെ ഇടയിലുണ്ടായ ഒരു സംശയം ഉന്നയിക്കുകയാണ്. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ച സംഭവമാണ്. അതിനുശേഷം ഈ ലോകത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ആണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് ശേഷം പിതാവിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് വിവരിക്കുമ്പോൾ അവൻ അയച്ചവരിൽ വിശ്വസിക്കുന്നവനാരോ അവർക്ക് നിത്യജീവൻ ഉണ്ടാകും, അത് പിതാവിൻ്റെ ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം പിന്നീട് യേശു അതിൻ്റെ കൂടുതൽ വിവരണത്തിലേക്ക് കടക്കുമ്പോഴാണ് തൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും രക്തം പാനം ചെയ്യുന്നതിനെക്കുറിച്ചുമെല്ലാം പറയുക. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്ന് യേശുനാഥൻ പറയുമ്പോൾ പ്രിയമുള്ളവരെ, അത് നമുക്കുള്ള ഒരു വലിയ ആശ്വാസമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ ദൈവത്തെ എന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ സാധിക്കുക എന്നുള്ളത്. തിരുവോസ്തിയായി അവൻ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് യേശു തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ യഹൂദർ തങ്ങളുടെ ഇടയിലുണ്ടായ ആ തർക്കം ഉന്നയിക്കുമ്പോൾ ഇവൻ എപ്രകാരമാണ് തൻ്റെ ശരീരത്തെ നമുക്ക് ഭക്ഷണമായി തരുവാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കാണുന്ന സാവൂളിൻ്റെ മാനസാന്തരമാണ്. കാരണം യേശുവിന് ഒന്നും അസാധ്യമല്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇവിടെ സാവൂൾ എന്ന വ്യക്തിയുടെ മാനസാന്തരം ഒരുപക്ഷെ സാധാരണക്കാരായ വ്യക്തികൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും സാധ്യമായ ഒന്നല്ല. കാരണം അത്രമാത്രം തീഷ്ണതയോടുകൂടെ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി അനുവാദ പത്രം വാങ്ങുവാൻ വേണ്ടി ഇരുന്ന വ്യക്തിയാണ് സാവൂൾ. ക്രിസ്ത്യാനികൾക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചവൻ, അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടി ഡമാസ്കസിലേക്ക് കൊണ്ടുവരണം, അവിടെ വെച്ച് അവരെ കൊല്ലണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തി. അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ച് അധികാരപത്രവും ലഭിച്ച് അതുമായി ഡമാസ്കസിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു മിന്നൽ പോലെ അവനിലേക്ക് കർത്താവിൻ്റെ ഇടപെടൽ കടന്നു വന്നത്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ എപ്രകാരം തകിടം മറിച്ച് മറ്റൊരു വ്യക്തിയാക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എപ്രകാരം രൂപാന്തരപ്പെടുത്തി മറ്റൊരു വ്യക്തിയാക്കി മാറ്റാം എന്ന് കാണിച്ചു തരുന്ന
ഒരു വചനഭാഗം കൂടിയാണ് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ആദ്യത്തെ വായനയിൽ വായിച്ചു കേട്ടത്. തീർച്ചയായും ക്രിസ്ത്യാനികളെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തി താൻ ആരെയാണോ എതിർത്തുകൊണ്ടിരുന്നത് അതേ വ്യക്തിയാൽ സ്പർശിക്കപ്പെടുകയും പിന്നീട് വളരെ ധീരതയോടുകൂടെ ആ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്തുവെങ്കിൽ പ്രിയമുള്ളവരെ, സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഓരോരുത്തരും എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. എനിക്ക് ഇന്നത് ചെയ്യുവാൻ കഴിവില്ല, എന്നെക്കൊണ്ട് ഒന്നിനും ആവില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ പോലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുമ്പോൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറുന്നു. പലരെയും നമ്മൾ ഒത്തിരിയേറെ അത്ഭുതത്തോടെ നോക്കിക്കാണാറുണ്ട്. ചില സുവിശേഷ പ്രഘോഷകർ, അൽമായരായ വ്യക്തികൾ പോലും യാതൊരു വിദ്യാഭ്യാസവുമില്ലായിരുന്നു, പക്ഷേ 5-6 ലാംഗ്വേജിൽ ഇന്ന് സുവിശേഷ പ്രഘോഷണം നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം തന്നെയാണ്. മറ്റുള്ളവർ നോക്കിക്കാണുമ്പോൾ ഒരുപക്ഷെ അത് അംഗീകരിക്കുവാൻ സാധിച്ചില്ലെന്ന് വരും. പക്ഷേ അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ടറിയാം ഈ വ്യക്തിക്ക് യാതൊരുവിധ വിദ്യാഭ്യാസവും ലഭിച്ചിട്ടില്ല എന്ന്. പിന്നെ എപ്രകാരമാണ് ഇത്ര ഫ്ലുവൻ്റായി മറ്റ് ലാംഗ്വേജുകൾ സംസാരിക്കുന്നത്? അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് കൊണ്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു അനുഭവത്തിന് ശേഷം അന്ധനായി തീർന്ന സാവൂലിൻ്റെ അടുത്തേക്ക് അനനിയാസ് കടന്നു വരുമ്പോൾ അനനിയാസ് പറയുന്നുണ്ട്, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് പിന്നീട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവാൻ സൗലിനെ പ്രേരിപ്പിച്ചത്. അതുവരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണോ താൻ പ്രവർത്തിച്ചത്, അതിൻ്റെ ഇരട്ടി തീഷ്ണതയോടുകൂടെ അതേ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റി വയ്ക്കുവാനും ആ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനും സൗലിന് സാധിച്ചു. പിന്നീട് പൗലോസായിട്ട് മാറുന്ന സാവൂൾ എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. പൗലോസ് ശ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളിലും അതിൻ്റെ തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ സഭയ്ക്കും വേണ്ടി അവൻ എഴുതുമ്പോൾ എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് താൻ വെറുത്തിരുന്ന, താൻ ഉന്മൂലനം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ചും ആ ക്രിസ്തുവിനെക്കുറിച്ചും പ്രഘോഷിച്ചത്. ഒരുപക്ഷേ ക്രിസ്ത്യാനികളായ വ്യക്തികൾക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതിരുന്ന സത്യങ്ങളെ വളരെ ലളിതമായി മറ്റുള്ളവരൊക്കെ പകർന്നു കൊടുക്കുവാൻ പൗലോസ് ശ്ലീഹായ്ക്ക് സാധിച്ചു. മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലേക്കും യേശു തൻ്റെ അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ച അതേ ദൗത്യം എത്തിക്കുവാൻ പൗലോസ് ശ്ലീഹായ്ക്ക് സാധിച്ചു. ഇന്ന് സഭയിലെ 2 നെടുത്തൂണുകളിൽ ഒന്നായി പൗലോസ് ശ്ലീഹായെ കണക്കാക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഒരു വ്യക്തിയെ എപ്രകാരമാണ് യേശു തൻ്റെ ഉപകരണമാക്കി മാറ്റിയത്. നാം ഓരോരുത്തരും പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഉറച്ചു വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ചുറ്റുപാടും ഇന്ന് ക്രൈസ്തവർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ ഒത്തിരിയേറെ പീഡനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കുക, കർത്താവേ, അന്ന് നീ പ്രവർത്തിച്ചതുപോലെ ഇന്ന് നീ പ്രവർത്തിക്കണമേ. അന്ന് പൗലോസ് സാവൂലിനെ മാനസാന്തരപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ഇടയിലുള്ള വ്യക്തികളെയും നീ മാനസാന്തരപ്പെടുത്തണമേ. നിനക്കെതിരെ പ്രവർത്തിച്ചവനെ എപ്രകാരമാണോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നീ തിരഞ്ഞെടുത്തത്, അതുപോലെ ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെയും നീ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ പല കോണുകളിലും ഇന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ഒത്തിരിയേറെ ഭീകരതകൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ പീഡനങ്ങൾ നമുക്ക് ദിവസേന വായിക്കുവാൻ സാധിക്കും. അതെല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവ്, അവരെയും നീ നിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കട്ടെ. ആമേൻ.